الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, ഒരു മാസത്തെ കഠിനമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം അള്ളാഹു അവൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പെരുന്നാളിന് ഒരുമിച്ച് കൂടുവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, തൗഫീഖ് ചെയ്തിരിക്കുന്നു. ആദ്യമായി അള്ളാഹുവിൻ്റെ നാമം പുകഴ്ത്തി പറയുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സത്യവിശ്വാസികളെ, നാമൊക്കെ മനസ്സിലാക്കിയതുപോലെ ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രി, അത് ഒരു സന്തോഷം നോമ്പ് മുറിക്കുന്ന അവസരത്തിലുള്ള സന്തോഷമാണ്. ആ സന്തോഷം എല്ലാ ദിവസവും നാം അനുഭവിച്ചു കഴിഞ്ഞു. മഗ്‌രിബ് വരെ പട്ടിണി കിടന്ന് ദാഹിച്ച് അവശനായി പള്ളിയിൽ നിന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴുള്ള ആ വെള്ളം കുടിക്കുമ്പോഴുള്ള നമ്മുടെ ആശ്വാസം, ഒരു സന്തോഷം, നമ്മുടെ ഈ വ്രതാനുഷ്ഠാനം അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം ഇനി വരാനിരിക്കുന്നതാണ് വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, മറ്റൊരു സന്തോഷം നിന്റെ റബ്ബിനെ ദർശിക്കുമ്പോഴാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. സ്വർഗവാസികൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്, സ്വർഗം തന്നെ വലിയ അനുഗ്രഹമാണ്. അതിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത്. 14-ാം രാവിൻ്റെ ചന്ദ്രനെ എത്ര സ്പഷ്ടമായി നാം കാണുന്നുവോ അതിനേക്കാൾ നന്നായി അള്ളാഹു നമുക്ക് കണ്ട് സന്തോഷിക്കുവാൻ സാധിക്കും. ആ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. റമദാൻ തീരുന്നതോടുകൂടി നമ്മുടെ സൽക്കർമ്മങ്ങളിൽ നാം മടിയന്മാരാവാതിരിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദ് നളറ ഇലൽ ഖമരി ലൈലത്തൽ ബദ്ർ, പൗർണമി രാവിൽ ചന്ദ്രനെ നോക്കിക്കൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, ഇതാ ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നില്ലേ വളരെ വ്യക്തമായിട്ട്, എന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നമസ്കാരം അല്ലാ തുഗ്ലബു അലാ സലാത്തിൻ ഖബ്ല തുലൂഇ ശംസ് വ ഖബ്ല ഖുറൂബിഹാ, സൂര്യോദയത്തിൻ്റെ മുമ്പും സൂര്യാസ്തമാനത്തിൻ്റെ മുമ്പും ശേഷമുള്ള നമസ്കാരങ്ങൾ നിങ്ങൾ പാഴാക്കാതിരിക്കുക. ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ചെറിയ ഒരു സന്തോഷം മാത്രമാണ്. ആ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ നന്മകൾ തുടർന്നുകൊണ്ടേയിരിക്കണം. റമദാനിൽ നാം നമസ്കാരങ്ങൾ ശ്രദ്ധ നൽകിയിരുന്നു. ഫജ്ർ നമസ്കാരമായ ളുഹ്റായി, മഗ്‌രിബായി, ഇശായി, സുബ്ഹിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇനിയും നമ്മുടെ മനസ്സുകളിൽ അത് വേണം. ജമാഅത്തുകൾക്ക് നാം പള്ളിയിൽ എത്തിയിരുന്നു കഴിവതും, ഇനിയും നാം പള്ളിയിലേക്ക് എത്തണം. ദാനധർമ്മങ്ങൾ ധാരാളമായി നൽകിയിരുന്നു, ഇനിയും ദാനധർമ്മങ്ങൾ നൽകണം. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മാത്രമാണ് നമുക്ക് റബ്ബിനെ കാണാൻ സാധിക്കുക. നോമ്പുകാരന് അള്ളാഹു നൽകുന്ന രണ്ട് സന്തോഷങ്ങളിൽ രണ്ടാമത്തെ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ, യഥാർത്ഥ സന്തോഷം ലഭിക്കണമെങ്കിൽ നന്മകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. മുത്തഖീങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. തഖ്വയുണ്ടാക്കുക എന്നതായിരുന്നു നോമ്പിൻ്റെ പ്രധാനമായ ലക്ഷ്യം. ഈ റമദാൻ കഴിയലോടുകൂടി, പെരുന്നാൾ പ്രവേശിക്കലോടുകൂടി
നാം തഖ്വയിൽ നിന്ന് മാറിപ്പോകാതിരിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. മസലുൽ ജന്നത്തില്ലതി വഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഈ തഖ്വ നേടിയെടുക്കുവാൻ വേണ്ടിയായിരുന്നു റമദാൻ നോമ്പ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി തന്നത്. സഹോദരങ്ങളെ, നാം നമ്മുടെ സമയങ്ങൾ വൃഥാവിലായി കളയാതിരിക്കുക. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. ഹറാമുകൾ കാണുന്നത് നാം കുറച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ. ഹറാമുകൾ കേൾക്കുന്നത് നാം അവസാനിപ്പിച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ. ഹറാമുകൾ പറയുന്നത് നാം കുറച്ചിട്ടുണ്ട്, അവസാനിപ്പിച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ. ഹറാമുകൾ ചെയ്യുന്നതും നാം റമദാൻ മാസത്തിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് തുറന്നുകൊണ്ടേയിരിക്കുക. റമദാൻ കഴിഞ്ഞു എന്ന് കരുതി, പെരുന്നാളല്ലേ എന്ന് കരുതി ഹറാമിലേക്ക് പോകാതിരിക്കുക, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. എങ്കിൽ ഇൻഷാ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള ആ സൗഭാഗ്യം നമുക്ക് നൽകും. അള്ളാഹു അത് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു തുടർച്ച വേണം നന്മകൾക്ക്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വന്നെത്തുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കണം. റമദാൻ തീരുന്നതോടുകൂടി ആരാധനകളിൽ കുറവ് വരുത്താതിരിക്കുക. നന്മകൾക്കൊരു വിരാമമില്ല, അർദ്ധവിരാമവുമില്ല. ഒരു ഫുൾ സ്റ്റോപ്പോ കോമയോ നന്മകൾക്കില്ല. മരണം വരെ അതിടം തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഈ റമദാനിൻ്റെ തുടക്കത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. നാളെ നമ്മുടെ അവസരമായിരിക്കും. പോകുവാൻ വേണ്ടി തയ്യാറായിരിക്കുക നന്മയുടെ ഭാണ്ഡവുമായി. കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്നവർ പലരും ഇന്നില്ല. നമ്മളും ക്യൂവിലാണ്, വരി നിൽക്കുകയാണ്. അടുത്തത് ഞാനായിരിക്കുമെന്ന് തയ്യാറായി നിൽക്കുകയാണ്. ഓരോ മരണവും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, അടുത്തത് നീയായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് മരണവാർത്ത കേട്ടാലൊക്കെ നാം പറയാറില്ലേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളും അങ്ങോട്ട് വരാനുണ്ട് എന്ന്. അതുകൊണ്ട് മരണം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടാവണം. നമ്മുടെ സന്തോഷം, പെരുന്നാളിന് നാം സന്തോഷിക്കേണ്ടവർ തന്നെയാണ്. സന്തോഷിക്കുവാൻ അള്ളാഹു നമുക്ക്, ആഹ്ലാദിക്കുവാൻ നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്ന ദിവസം തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹറാമുകളും ഹലാലുകളും സൂക്ഷിക്കുക, അവർക്ക് മാത്രമാണ് പെരുന്നാളിൻ്റെ യഥാർത്ഥ ചൈതന്യം നിലനിൽക്കുക. ലഹരി എന്ന മഹാമാരി നമ്മുടെ സമൂഹത്തെ പിടന്നുകൊണ്ടിരിക്കുന്നു. MDMA പോലുള്ള മാരകമായ വസ്തുക്കൾ, കള്ളും കഞ്ചാവും പോലുള്ള മാരകമായ വസ്തുക്കൾ ഇന്നലെയും പിടിച്ചു. മലപ്പുറം ജില്ലയിൽ വെച്ച് 1/2 കിലോയോളം ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. MDMA പെരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. മുസ്ലിം നാമധാരിയായിരുന്നു. അതുകൊണ്ട് നാം സൂക്ഷിക്കുക. നമ്മുടെ മക്കളെ നാം സൂക്ഷിക്കുക. അവരുടെ പ്രവർത്തനങ്ങൾ നാം അവലോകനം ചെയ്യുക. സമൂഹത്തെ കാർന്നു തിന്ന നന്മയാണ് ലഹരി എന്ന് നാം മനസ്സിലാക്കുക. റമദാൻ മാസത്തിൽ പോലും നാം ചർച്ച ചെയ്തത് ലഹരിയെപ്പറ്റിയാണ്. കൂടുതലും പിടിക്കപ്പെടുന്നത് ലഹരി പദാർത്ഥങ്ങളുമായിട്ടാണ്. തിന്മകളുടെ മാതാവാണ് ലഹരി എന്ന് നാം മനസ്സിലാക്കുക. പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ലഹരിയുടെ എല്ലാ ഭാഗത്തു നിന്നും നാം വിട്ടു നിൽക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇജ്തനിബുൽ ഖംറ, മദ്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യമെന്നുള്ളത്. എല്ലാ തിന്മകളും, ഏത് തിന്മയും നോക്കിയാലും അതിൻ്റെ പിന്നിലെല്ലാം അവൻ മദ്യപാനിയായിരുന്നു, ലഹരിയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മദ്യപന്, ലഹരി ഉപയോഗിക്കുന്നവന്, MDMA പോലുള്ള മാദക വസ്തുക്കൾ ഉപയോഗിക്കുന്നവന് അവൻ്റെ ഉമ്മ ഏതാണ്, വാപ്പ ഏതാണ്, സഹോദരൻ ഏതാണ്, സഹോദരി ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതിരിക്കും. നാം നല്ലവണ്ണം ശ്രദ്ധിക്കുക. നമ്മളെയും നമ്മുടെ മക്കളെയും ഖൂ അൻഫുസകും വഅഹ്ലികും നാറ, നിങ്ങളെ സംരക്ഷിക്കുക, നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുക. പരിഹാരം നാം കാണണം. മക്കൾക്ക് കൃത്യമായ മതബോധം നൽകണം. നാം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, മതബോധം നൽകുന്ന കാര്യത്തിൽ നാം പിന്നിലാകരുത്. വെറുതെ പാഠങ്ങൾ പഠിച്ചതുകൊണ്ടായില്ല. നാം മാതൃകയാകണം. മാതാപിതാക്കൾ മാതൃകയാകണം. വീട്ടിലുള്ളവർ മാതൃകയാകണം. നാം മാതൃകയായി കാണിച്ചു കൊടുക്കുക. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മക്കളായി തീരുവാൻ വേണ്ടി നാം അവരെ പരിശീലിപ്പിക്കുക, അതിനു വേണ്ടി പ്രയത്നിക്കുക. നല്ല ദീനീ അന്തരീക്ഷം നാം അവർക്ക് ഒരുക്കി കൊടുക്കണം. ഇനിയും റമദാൻ കഴിഞ്ഞു. നാം സുബ്ഹി നമസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ
തീർച്ചയായും നമ്മുടെ മക്കളെയും നമസ്കാരത്തിന് പ്രേരിപ്പിക്കണം. നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദ്യത്തിനേക്കാൾ പ്രാധാന്യമായി നിന്റെ നമസ്കാരം കഴിഞ്ഞോ, ളുഹ്ർ നമസ്കരിച്ചോ, അസ്ർ നമസ്കരിച്ചോ എന്ന് ചോദിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു നേരം ഭക്ഷണമില്ലാത്തത് കൊണ്ട് നമ്മുടെ മക്കൾ പിഴച്ചു പോവുകയില്ല. ഒരു നേരം പാനീയങ്ങളില്ലാത്തത് കൊണ്ട് നമ്മുടെ മക്കൾ പിഴച്ചു പോവുകയില്ല. നമസ്കാരമില്ലെങ്കിൽ പാഴായി പോകും. നാം ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളോട് ചോദിക്കേണ്ടത്, ദൂരങ്ങളിലുള്ള നമ്മുടെ മക്കളോട് ചോദിക്കേണ്ടത്, പല സ്ഥലങ്ങളിലും പോയി പഠിക്കുന്ന, ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന, റൂമാക്കിൽ നിന്ന് പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. ഫോൺ വിളിച്ച ഉടനെ നാം ചോദിക്കുന്നത് പലപ്പോഴും എങ്ങനെയുണ്ട്, ആരോഗ്യം എങ്ങനെയാണ്, ഭക്ഷണം കിട്ടിയോ, ഭക്ഷണം തയ്യാറാക്കിയോ എന്ന് നാം ചോദിക്കും. നമസ്കാരം എന്തായി, നീ സുബഹി നമസ്കരിച്ചോ, നീ ളുഹ്ർ നമസ്കരിച്ചോ എന്നവരോട് ചോദിക്കണം. എത്ര മുതിർന്ന മക്കളായാലും നാം പരസ്പരം ചോദിച്ചു കൊണ്ടേ ഇരിക്കുക. അവരുടെ സുഹൃത്ത് വലയങ്ങൾ ആരാണ്, അവരുടെ ചങ്ങാതിമാർ എന്ന് നാം നോക്കുക. നമ്മുടെ മക്കളുടെ കൂട്ടുകാർ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കുമെന്ന്, അവൻ്റെ സ്വഭാവത്തിലായിരിക്കുമെന്ന്. റമളാൻ കഴിഞ്ഞ് നമ്മുടെ മക്കൾ അവധിക്കാലത്തിലേക്കാണ്. ഇനി 2 മാസം അവധിയാണ്, സ്കൂളുകളില്ല. ഇനി ജൂണിലാണ് സ്കൂൾ തുറക്കൽ. അതുവരെയും അവർക്ക് അവധിയാണ്. നമസ്കാരത്തിന് അവധിയില്ല, ഖുർആൻ പാരായണത്തിന് അവധിയില്ല, നന്മകൾക്ക് അവധിയില്ല. നാം പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ പ്രയത്നമാണ് അവരുടെ വളർച്ച എന്ന് നാം മനസ്സിലാക്കുക. നാം മക്കളല്ലേ എന്ന് കരുതി അവരെ പിന്തിരിപ്പിക്കാതിരിക്കുക. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുറു ഔലാദക്കും, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കൽപ്പിക്കുക. അവർക്ക് 7 വയസ്സായാൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. 10 വയസ്സായി നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലും മക്കളുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലും നല്ല ശ്രദ്ധ രക്ഷിതാക്കൾക്കില്ലെങ്കിൽ റമദാനിൽ നേടിയെടുത്തതെല്ലാം അവധിക്കാലത്ത് നഷ്ടമാകും. ഒരുപാട് നേടി എന്ന് ആശ്വസിക്കുന്നവരാണ് നാം. അതെല്ലാം നഷ്ടമായി പോകും. അവധിക്കാലത്ത് നടക്കുന്ന എല്ലാ ക്ലാസ്സുകളും, നന്മയുടെ ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെല്ലാം നമ്മുടെ മക്കളും നമ്മളും ഭാഗവാക്കാകുക. വിദ്യാർത്ഥികളുടെ നേർവഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനുവേണ്ടി മോറൽ ക്ലാസ്സുകൾ അവർക്ക് നടത്തിക്കൊണ്ടേയിരിക്കുക. വലിയ സാമൂഹിക തിന്മയായ സിനിമ സീരിയലുകളിൽ നിന്ന് നാം അകന്നു നിൽക്കുക. സമൂഹത്തിൽ ലഹരിയും കൊലപാതകങ്ങളും ഇന്ന് വർദ്ധിക്കാനുള്ള കാരണം മദ്യമാണ്. മറ്റൊന്ന് ഈ സിനിമയാണ്. മോഡലാക്കുകയാണ് ആളുകൾ. നമ്മുടെ മക്കൾ അത് കണ്ട്, സീരിയലുള്ള ആളുകളെ കണ്ട് അതിനെ മോഡലാക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഹറാമുകൾ, സൂപ്പർ മാർക്കറ്റുകളായ സിനിമകൾ നമ്മുടെ വീടകങ്ങളിലേക്ക് കയറ്റാതിരിക്കുക. അത് TV-യിലൂടെയാണെങ്കിലും മൊബൈൽ ആപ്പുകളിലൂടെയാണെങ്കിലും ഒരു കാലത്തും അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. എന്താണ് നാം നോക്കുന്നത് എന്ന് ഹിസ്റ്ററിയിലുണ്ടാകും. ഹിസ്റ്ററി നാം വായിച്ചു കളഞ്ഞാലും അള്ളാഹു എല്ലാം രേഖപ്പെടുത്തി വെക്കുവാൻ വേണ്ടി മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കിതാബുകൾ മഹ്ശറിൽ നമ്മുടെ കയ്യിൽ തരുമ്പോൾ അതിലുണ്ടാകും നാം ചെയ്ത കർമ്മങ്ങൾ. അത് നോക്കിക്കൊണ്ട് നാം വിലപിക്കേണ്ടി വരും. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒന്നും രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് നാം വേവലാതിപ്പെടേണ്ടി വരും. അതുകൊണ്ട് നാം ചിന്തിക്കുക, നമ്മുടെ മക്കളെയും നമ്മളെയും നേർവഴിയിലേക്ക് നടത്തുക. പെരുന്നാളിൻ്റെ സന്ദേശമാണിത്. ലഹരി നിസാരവൽക്കരിക്കാതിരിക്കുക. അത് ചെറുതല്ലേ, ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങും. അത് ചെറിയൊരു കുടുക്കയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ അംശമായിരിക്കും. അതിൽ നിന്ന് തുടങ്ങിയവന് വലുതിലേക്ക് പോകും. അതുകൊണ്ട് എല്ലാ ലഹരിയെയും നാം നിഷേധിക്കുക, നാം അത് ഉപയോഗിക്കാതിരിക്കുക. ലഹരി സാർവത്രികമാകുന്ന നാടാണ് ഈ ലിബറൽ ചിന്താഗതിക്കാർ സ്വപ്നം കാണുന്നത്. സ്വതന്ത്ര ചിന്തകരായ ആളുകളുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരു കാലത്തിൽ ഇങ്ങനെ ജീവിക്കുക. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ ചിന്താഗതി തിരിഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി നാം അവർക്ക് ബോധവൽക്കരണം നൽകുക. സമൂഹത്തിനും ഭരണകൂടത്തിനും ഇതിൽ വലിയ ഭാഗധേയമുണ്ട്. സമൂഹം നമ്മൾ അത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ മുമ്പിലേക്ക് വരുമെന്ന് നാം ഭയപ്പെടുക. പരിപൂർണമായി ലഹരി നിരോധിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ലഹരിയുടെ എല്ലാ അംശങ്ങളും നിരോധിക്കുക. ലഹരിയുമായി പിടിക്കപ്പെടുന്നവർക്ക് ശക്തിയായ മാതൃകാപരമായ മറ്റൊരിക്കലും ഒരാളും അത് അനുകരിക്കാത്ത വിധമുള്ള ശിക്ഷകൾ ലഭിക്കണമെന്ന് നാം ഭരണകൂടത്തോട് ആവശ്യപ്പെടുക.
ഇല്ലെങ്കിൽ നാം പിഴച്ചു പോകും, വരും തലമുറ പിഴച്ചു പോകും. രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കൾക്ക് അനാവശ്യമായി പണം നൽകാതിരിക്കുക. എന്താണോ അവർക്ക് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മാത്രം നൽകുക. അമിതമായി നൽകുന്ന പണം അവരെ തിന്മയിലേക്ക് നയിക്കും, അനാവശ്യത്തിലേക്ക് നയിക്കുമെന്ന് നാം മനസ്സിലാക്കുക. അതിനേക്കാളെല്ലാം അപ്പുറത്തേക്ക് അവരോട് തുറന്ന് സംസാരിക്കണം. മക്കളോട് അവരുടെ ആവശ്യങ്ങൾ എന്താണ്? നാം മാതാപിതാക്കൾ പലപ്പോഴും പിതാക്കന്മാർ മക്കളോട് തുറന്ന് സംസാരിക്കാറില്ല. പിതാക്കന്മാർ കൂട്ടുകാരാവുക, അവരോട് തുറന്ന് സംസാരിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക, അവരുടെ വിഷമങ്ങൾ കണ്ടെത്തുക, അവരുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുക. നല്ല അടുപ്പവും മനസ്സ് തുറന്നുള്ള സംസാരവും തീർച്ചയായും നമ്മെയും നമ്മുടെ മക്കളെയും നേരായ പാതയിലേക്ക് നയിക്കുമെന്ന് നാം മറക്കാതിരിക്കുക. സ്ത്രീകളോട് പറയാനുള്ളത്, കുടുംബത്തിലെ വിളക്കാണ് സ്ത്രീ. ആ വിളക്കണഞ്ഞു പോയാൽ ആ കുടുംബം മുഴുവൻ ഇരുട്ടിലായി പോകും. നിങ്ങൾ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുക. ഈമാനിൻ്റെ പ്രകാശം, നന്മയുടെ പ്രകാശം എപ്പോഴും സ്ത്രീകളെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. നിങ്ങൾ സീരിയലുകൾ കൂടുതലും ഈ സീരിയലുകൾക്ക് അടിമപ്പെട്ടു പോകുന്നത് സ്ത്രീകളാണ്. അനാവശ്യമായ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക. ആ വിളക്ക്, സ്ത്രീകളാകുന്ന ആ വിളക്ക് ഒന്ന് അണഞ്ഞു പോയാൽ ആ കുടുംബം മുഴുവനും അണഞ്ഞു പോകുമെന്ന് നാം മനസ്സിലാക്കുക. അതിനാൽ നിങ്ങൾ ദീൻ പഠിക്കുക. സ്ത്രീകളും പ്രത്യേകിച്ച് ദീൻ പഠിക്കണം. ഓരോ മക്കളുടെയും ഏറ്റവും ആദ്യത്തെ മദ്രസയാണ് ഉമ്മയുടെ മടിത്തട്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതിനുള്ള സൗകര്യങ്ങൾ നാം തയ്യാറാക്കി കൊടുക്കുക. അത് കുടുംബത്തെ പഠിപ്പിക്കുക. നല്ല കാര്യങ്ങൾ, നന്മ നിറഞ്ഞ കുടുംബം നമുക്ക് വേണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നമ്മുടെ കുടുംബം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനു വേണ്ടി നാം പ്രയത്നിക്കണം. നാം മാതൃകയാകണം. വിശ്വാസമാണ് എല്ലാത്തിനും പ്രധാനമെന്ന് നാം മനസ്സിലാക്കണം. കുടുംബത്തിന് ഒന്നാകെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും അനിവാര്യമായി വേണ്ടത് വിശ്വാസ വിശുദ്ധിയാണ്, ശരിയായ യഖീനുള്ള ഈമാനാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേവലാതികളെല്ലാം അള്ളാഹുവിനോട് പറയുക. അള്ളാഹു അല്ലാത്ത ആരിലേക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ഒരംശവും പോകാതിരിക്കുക. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ പറയൂ, ഞാൻ സമീപസ്ഥനാണ്. അള്ളാഹുവാണ് നമ്മുടെ ഏറ്റവും സമീപത്തുള്ളവൻ. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എൻ്റെ അടിമ എന്നോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അതിന് വേണ്ടത് അള്ളാഹു ഉത്തരം ചെയ്യുവാൻ നാം വേണ്ടത് ഫല്യസ്തജീബൂലി, എൻ്റെ വിളിക്ക് അവർ ഉത്തരം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക നാം. വൽയുഅ്മിനൂ ബി, എന്നെ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലക്കും യർഷദൂൻ, അവർക്ക് മാർഗദർശനം ശ്രദ്ധിച്ചേക്കുമെന്ന്. അതുകൊണ്ട് നാം തയ്യാറാവുക. അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുക. അള്ളാഹുവിലേക്ക് മാത്രം നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ റബ്ബിനോട് മാത്രം അല്ലദീന ആമനു വലാ യൽബസു ഈമാനഹും ബിദുൽ, വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ കലർപ്പില്ലാതിരിക്കുകയും ചെയ്ത ആളുകൾ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് ഇവിടെ അന്നുള്ളത്, സുരക്ഷിതത്വമുള്ളത്. നാം ആശങ്കയിലാണ്. ഇനി എന്ത് ചെയ്യും? പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കും? അതിനുവേണ്ടി നാം എന്ത് പറയണം? അല്ലദീന ആമനു, വിശ്വസിക്കുന്ന ആളുകൾ, വലം യൽബസു ഈമാനഹും ബിദുൽമിൻ, ആ വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുക. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കില്ല. ഉലൈക ലഹുമുൽ അംൻ, അങ്ങനെയുള്ള ആളുകൾ, അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകൾ, ആ വിശ്വാസത്തിൽ കലർപ്പില്ലാതിരിക്കുന്ന, ദുൽമില്ലാതിരിക്കുന്ന ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് സുരക്ഷിതത്വം ലഭിക്കുക എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. വഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് ഹിദായത്ത് പ്രാപിച്ചവർ, സന്മാർഗം പ്രാപിച്ചവർ. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. എന്ത് വന്നാലും, എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും ഈമാൻ ശരിയാക്കിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിശ്വാസത്തിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന വന്നു, അള്ളാഹു അല്ലാത്തവരോടുള്ള തവക്കുൽ വന്നു, അള്ളാഹു അല്ലാത്തവരോടുള്ള റജാ വന്നു, പ്രതീക്ഷ വന്നു, അള്ളാഹു അല്ലാത്തവരോടുള്ള റഹ്ബത്ത് വന്നു, ഭയം വന്നു. അതുകൊണ്ടാണ് നാം പിന്നിലായി പോകുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് മാറിയില്ലെങ്കിൽ നാം നിന്ദ്യരാകും, നാം നിസ്സാരരാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കൂ, ഇന്നാ കുന്നാ അദല്ലു ഖൗമിൻ, നാം
നിന്ദ്യന്മാരായ നിസ്സാന്മാരായ ആളുകളായിരുന്നു. ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകി. فمهما نطلب العزة عز بغير ما أعزنا الله به أذلنا الله. അല്ലാഹു കൽപ്പിക്കാത്ത മാർഗത്തിലൂടെ, അല്ലാഹു ഇസ്സത്ത് നൽകാൻ ഉദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ നാം ഇസ്സത്തിനെ അപേക്ഷിച്ചാൽ ആ ഇസ്സത്ത് ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല. അല്ലാഹു നമ്മളെ നിന്ദന്മാരാക്കി കളയും. മറ്റ് പലതിലുമാണ്. ഇസ്ലാമിൻ്റെ ശിആറുകൾ നമുക്കിഷ്ടമില്ല, താടി നമുക്കിഷ്ടമില്ല, വസ്ത്രത്തിൽ ഇസ്ലാമിക മാർഗം നമുക്ക് ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു നമ്മളെ നിന്ദന്മാരാക്കി, അല്ലാഹു നമ്മളെ നിന്ദന്മാരാക്കി മാറ്റും എന്ന് നാം കരുതുക. അതിനാൽ മുസ്ലിം എന്നതിൽ നാം അഭിമാനിക്കുക. മുസ്ലിം എന്ന് പറയുവാൻ നമ്മുടെ മനസ്സിൽ അഭിമാനമാണ്. ഇല്ലാതിന് പല ആളുകൾക്കും ആശങ്കയാണ്. മുസ്ലിം ഐഡന്റിറ്റി അറിയപ്പെടുവാൻ പലരും ആഗ്രഹിക്കുന്നില്ല. മുസ്ലിമായതിൽ പലർക്കും മുസ്ലിമാണെന്ന് അറിഞ്ഞു പോകുമോ എന്നുള്ള ഭയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഇസ്സത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തി കൊടുക്കും. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത്? അഭിമാനത്തോട് കൂടി പറയുക ഞാൻ ഒരു മുസ്ലിമാണ് എന്ന്. അതിനാൽ മുസ്ലിം എന്നതിൽ നാം അഭിമാനികളാവുക, നാം ഇസ്സത്തിലാവുക, നാം സ്വയം നിന്ദ്യന്മാരാവാതിരിക്കുക, നിന്ദ്യന്മാരാകാവുന്ന പ്രവർത്തികൾ നാം ചെയ്യാതിരിക്കുക. ഈ ദിനം നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതുമുണ്ട്. പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്. ആകാശത്തിൽ ഇസ്ലാമിൻ്റെ മാനം നാം കണ്ടെത്തണം. ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ നാം ലംഘിക്കരുത്. കുടുംബക്കാരെ നാം മറക്കരുത്. പല സ്ഥലങ്ങളിലേക്കും പോകുവാൻ നാം തയ്യാറാണ്. നമ്മുടെ കുടുംബക്കാർക്ക് മുൻഗണന നൽകുക. പാവപ്പെട്ടവർ അവരെ നാം സന്ദർശിക്കുക. രോഗികളായി ഈ പെരുന്നാളായിട്ടും നമ്മെ കാണാൻ സാധിക്കുവാതെ രോഗികളായി പലരും വീടുകളിൽ ശയ്യയിലാണ്, പലരും ആശുപത്രികളാണ്. അവരെ സന്ദർശിക്കുക. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസമാണ്. നമുക്ക് മഹ്ശറിൽ അതിനേക്കാൾ അധികം ആശ്വാസമാണ്. പരസ്പരം നാം അഭിവാദ്യങ്ങൾ കൈമാറുക, ആശംസകൾ കൈമാറുക. സഹാബത്ത് റളിയല്ലാഹു അൻഹും തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയാറുണ്ടായിരുന്നു. നാമും ആ മാതൃക പിൻപറ്റുക. കുടുംബ വീടുകൾ സന്ദർശിക്കുക. അയൽപക്ക ബന്ധങ്ങൾ നാം നിലനിർത്തുക. നൊമ്പരമായ പലസ്തീൻ നമ്മുടെ മുമ്പിലുണ്ട്. പലസ്തീനിൻ്റെ മക്കൾക്ക് ഇന്നലെ പെരുന്നാൾ പലരും ആഘോഷിച്ചു. പല ആളുകൾക്കും അതിന് സാധിച്ചില്ല. ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും മാറിൽ പലസ്തീനിൻ്റെ മുദ്രാവാക്യം നാം കാണുന്നുണ്ട്, പലസ്തീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. അതിനേക്കാൾ കൂടുതൽ ആ കീശയിൽ നാം കുത്തിയ ഈ ബാഡ്ജിനേക്കാൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ ആ പലസ്തീൻ ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യം. ഇത് വേണ്ട എന്നല്ല, വേണ്ടത് തന്നെയാണ്. അതിനേക്കാൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ ആ ഫലസ്തീൻ ഉണ്ടാവുക, പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം സമൂഹം ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ തന്നെ പലയിടങ്ങളിലും വിശ്വാസികൾ അപകടകരമായ വിധം പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി നാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നാമും അവരോടൊപ്പമുണ്ട് എന്ന് നാം അവരോട് അറിയിക്കുകയും ചെയ്യുക. അള്ളാഹുവും അവങ്ങനെയുള്ള ആളുകൾക്ക്, ഷഹീദായ ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ സഹോദരങ്ങളും പീഡനം അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ നാടിനെയും എല്ലാ നാടുകളെയും അല്ലാഹു ശാന്തിയും സമാധാനവുമുള്ള ഐശ്വര്യത്തോടുകൂടി ജീവിക്കാനുള്ള, ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള നാടുകളാക്കി മാറ്റിത്തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഷ്ഠിച്ച എല്ലാ വൃദ്ധാനുഷ്ഠാനങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളും ഒക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് വേണ്ടി, നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി സംഭാവന ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയുമില്ലാതെ കഴിവിലുപരി സംഭാവന ചെയ്ത ആളുകളുണ്ട്. പ്രവാസി സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും അവരുടെ ഉദ്ദേശമനുസരിച്ച് സ്വർഗമാണ് അവരുടെ ഉദ്ദേശം, മഗ്ഫിറത്താണ് അവരുടെ ഉദ്ദേശം. അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിൽ നാം ചെലവാക്കിയതിനേക്കാൾ ഇരട്ടിയായി ആഖിറത്തിൽ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നന്മ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും ആ സംഭാവന നൽകിയ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും ബർക്കത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഐക്യമുള്ളവരാവുക. ഐക്യമാണ് നമ്മുടെ മലം, നമ്മുടെ ഐക്യമാണ് നമ്മുടെ സംരക്ഷണം. നാം ഐക്യമില്ലാതെ ആയാൽ നാം
ഛിന്ന ഭിന്നമായി പോകുമെന്ന് അള്ളാഹു റസൂൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഫഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിൻ്റെ പാശത്തിൽ അള്ളാഹുവിൻ്റെ കയറിൽ നിങ്ങളെല്ലാം മുറുകെ പിടിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും.